സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനത്തിലേക്ക് സ്വാഗതം. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ ധരിച്ചുകൊള്ളുവിൻ. എഫെസ്യർ 4:24 വാക്യം. ക്രിസ്തുവിൻ്റെ അനുഭവം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നടക്കുന്നതിന് സമാനമാണ്. നമ്മുടെ ആത്മീയ രൂപാന്തരത്തിൻ്റെ സമയത്ത് നാം യേശുവിനെ ആശ്രയിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. 2 കൊരിന്ത്യർ 5:17 വാക്യം. എഫെസോസ് സഭയ്ക്കുള്ള പൗലോസിൻ്റെ ലേഖനം അവരെ ക്രിസ്തുവിന് വേണ്ടി വേർപെട്ട് അവരുടെ ആന്തരിക രൂപാന്തരത്തെ വെളിപ്പെടുത്തുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങൾ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുപരമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ധരിച്ചുകൊള്ളുവിൻ. എഫെസ്യർ 4:22-24 വാക്യം. രൂപാന്തരം വരുത്തുന്ന യേശുവിൻ്റെ ശക്തി നമ്മൾ സജീവമാണെന്ന് കാണിപ്പാൻ നമുക്ക് DNA പരിശോധനകളോ രക്തപരിശോധനകളോ ആവശ്യമില്ല. ആ ആന്തരിക സത്യം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ നാം വ്യാപൃതരാകുമ്പോൾ നാം എത്രത്തോളം തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ച പോലെ അനുക്ഷമിക്കുമ്പോൾ നമ്മളോട് പ്രകടനമാകണം. ബാക്കി 32. യേശു നിങ്ങളെ ആന്തരികമായി എങ്ങനെയാണ് മാറ്റിയത്? നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായി പങ്കുചേരുമ്പോൾ ആ ആന്തരിക സത്യം എങ്ങനെയാണ് വെളിവാകുന്നത്? പ്രാർത്ഥിക്കാം. യേശുവെ, എന്നെ പുതിയതാക്കിയതിനും അങ്ങ് എനിക്ക് പുതുജീവൻ തന്നതിനും നന്ദി. എൻ്റെ പഴയ വഴികൾ ഉപേക്ഷിച്ച് അങ്ങയുടെ സ്വരൂപം ധരിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.